മലയാള സിനിമയിൽ എന്നും ടെക്നീഷ്യന്മാർ ഗംഭീരമായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും തമിഴ്നാട്ടിലോട്ടോ, പണ്ടൊക്കെ പോലും തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബോളിവുഡിലും വരെ അല്ലെങ്കിൽ ആ ലെവലിൽ വരെ ആൾക്കാർ ടെക്നീഷ്യന്മാരെ നമ്മൾ മലയാളത്തിൽ നിന്ന് കൊണ്ടുപോകാനുള്ള കാരണം നല്ല ഗംഭീര ടെക്നീഷ്യന്മാർ, നല്ല എഴുത്തുകാർ, നല്ല സംവിധായകർ, നല്ല നടന്മാർ, ഇതെല്ലാം ഉള്ള ഒരു കോമ്പിനേഷനാണ് മലയാള സിനിമ. എപ്പോഴും മലയാള സിനിമ നമുക്കറിയാം. ബാക്കി ഇപ്പോൾ ഈ കഴിഞ്ഞ 2020 മുതൽ കോവിഡ് കാലം കഴിഞ്ഞാൽ പോലും മലയാള സിനിമ ഒരുപാട് ഗംഭീര സ്ക്രിപ്റ്റുകൾ വരുന്നു, ഗംഭീര കഥകൾ വരുന്നു, ഗംഭീര സംവിധായകർ വരുന്നു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് മലയാള സിനിമയിലെ എണ്ണം പറ്റിയ ഏറ്റവും മികച്ച സംവിധായകരുടെ ഗണത്തിൽ ഉറപ്പായിട്ട് ഇനിയും എഴുതുന്ന പേര് തന്നെയാണ്, ഉറപ്പായിട്ട് എഴുതിയ പേരാണ്, അത് ഒന്നുകൂടെ ഉറപ്പിച്ച് എഴുതിയ പേര് തന്നെയാണ് ഗിരീഷ് AD എന്ന് പറയുന്ന സംവിധായകൻ. ഈ സംവിധായകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, സൂപ്പർ താരങ്ങളൊന്നും വേണ്ട, താരങ്ങളല്ല, സ്ക്രിപ്റ്റും അതിനകത്ത് ചെറിയ ചെറിയ നർമ്മങ്ങളും കൊണ്ട് വിജയിച്ച സിനിമകൾ. തണ്ണീർമത്തൻ ദിനങ്ങൾ, ആരാണ് അതിനകത്ത് താരങ്ങൾ? ആരും തന്നെയില്ല. വിനീത് ശ്രീനിവാസനും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ചെറിയ പടം ഗംഭീര വിജയം നേടി. ആ പടം കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണ്. സൂപ്പർ ശരണ്യ, വീണ്ടും നമ്മുടെ അർജുന അശോകനും സംഘവും എല്ലാം വന്നിട്ട്, ഇതെല്ലാം ഒരേ ടീമൊക്കെ തന്നെയാണ്, എന്നാലും അതും അതിഗംഭീര വിജയം നേടി. പ്രേമലു അതിഗംഭീര വിജയം, 150 കോടിക്ക് മുകളിൽ കളക്ഷൻ. പിന്നെ അദ്ദേഹത്തിന്റെ I Am കാതലൻ റിലീസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചതിന് ശേഷം 2 കൊല്ലത്തിന് ശേഷം കണ്ട്, 2-3 കൊല്ലത്തിന് ശേഷം കണ്ട് റിലീസ് കണ്ടുകൊണ്ടിരിക്കാവുന്ന നസലിന്റെ ഒരു പടമായിരുന്നു അത്. നമ്മൾ ഒരു കൂട്ടുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ 5ാമത്തെ പടമാണ്, എല്ലാം ഗംഭീര വിജയങ്ങൾ. I Am കാതലൻ നമ്മൾ കൂട്ടുന്നില്ല. 5ാമത്തെ പടമാണ് ബദലേം കുടുംബ യൂണിറ്റ്. എനിക്ക് തോന്നുന്നത് ഈ പടം ഒരു 200 കോടി, ഒരു 300 കോടിക്കൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. എന്ത് രസമായിട്ടാണ് മേക്കിംഗ്, എന്ത് രസമായിട്ടാണ്. കഥയും സംഭവങ്ങളും ഒന്നുമല്ല ഈ പടങ്ങളിലൊന്നും. കഥ എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാണ്ഡ കഥയൊന്നുമല്ല, പറഞ്ഞ് ഫലിപ്പിച്ചുള്ള ഗംഭീര കഥകളോ സംഭവങ്ങളൊന്നുമല്ല. പക്ഷെ ഓരോ ഷോട്ടിലും ഓരോ സീനിലും ഇദ്ദേഹം ചെയ്യുന്ന നർമ്മത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഡയലോഗുകൾ, സിമ്പിൾ ഡയലോഗുകൾ, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഡയലോഗുകൾ, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഡയലോഗുകൾ, ഇതൊക്കെ കൊണ്ട് നിറച്ചൊരു സീൻ അങ്ങ് സമ്പന്നമാക്കും. നമുക്ക് ഈ സാധാരണപ്പെട്ട ഓഡിയൻസിന് പോലും പെട്ടെന്ന് റിലേറ്റ് ചെയ്യും. അതിനോട് ലയിച്ച് നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുക, അതിനോട് ലയിച്ച് നിൽക്കുന്ന സിനിമാറ്റോഗ്രഫി ഒന്നും മുഴച്ചിരിക്കത്തില്ല. ഇതാണ് ഇദ്ദേഹത്തിന്റെ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഗിരീഷ് AD എന്ന് പറയുന്ന സംവിധായകൻ ഇതോടുകൂടി ഒരു വലിയ താര സിംഹാസനത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ഭയങ്കരമായിരിക്കും. കാരണം ഓൾറെഡി വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ഞാൻ ഗിരീഷ് ADയുടെ പടം വന്നുകൊണ്ടാണ് ബദലേം കുടുംബ യൂണിറ്റ് കാണാൻ പോയത്. എന്തായാലും ഗിരീഷ് ADയുടെ കാലമാണ് ഇനി അങ്ങോട്ട്. ഇങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് മലയാളത്തിലുണ്ട്. അന്നേരം അതിൽ ഏറ്റവും മുഖ്യമായിട്ട് വരുന്ന ഒരു ഡയറക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ ഗംഭീര പ്രോജക്റ്റുകൾ ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.